ഹായ് ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാനിങ്ങനെ കോളേജിലേക്ക് രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ ഇന്ന് 2 ദിവസത്തെയാണ് ബേസിക് ക്ലാസ്സസ് ഉള്ളത് ഗ്യാസിൻ്റെ. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ കുടയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് നന്നായി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്നലെയും ഇതേപോലെ തന്നെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഈ വാളൊക്കെ കണ്ടപ്പോൾ കുറേ പിക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും കരുതി നല്ല സ്കൂളൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ, സ്കൂൾ അംഗൻവാടിയെല്ലാം ആണല്ലോ ഇങ്ങനെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, മുന്നോട്ട് പോയിട്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് അത് സ്കൂളോ വേറൊന്നുമല്ല, അത് ശ്മശാനമാണെന്ന്. അപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെയൊക്കെ ഇങ്ങനെയാ പരിപാടിയെന്ന്. എന്നിട്ട് ഞാൻ അത് കണ്ട് മുന്നോട്ട് നടന്നു. അപ്പൊ നമ്മളെ ജംഗ്ഷനിലെത്തി, നമ്മൾ ബി മറിന് മുന്നിലെത്തി. നല്ല വിശപ്പായതുകൊണ്ട് ദാ ഈ കിച്ച് ആൻഡ് ഡിലൈറ്റ്സ് ഉള്ള ഈ ഹോട്ടലിലേക്കാണ് ഞാൻ കയറിയത്. അപ്പൊ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ചെറിയ ഇതായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു. കുറേ കോഡ്സ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചു. അങ്ങനെ ഞാനൊരു മസാല ദോശയൊക്കെ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ നല്ല മുരുമുരയായിട്ടുള്ള നല്ല ചൂട് മസാല ദോശ അങ്ങനെ കൈ കിട്ടി. അപ്പോൾ നല്ല പോലെ വെച്ച് കാച്ചി അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായയും ഓർഡർ ചെയ്തു. അങ്ങനെ ചായയും കുടിച്ചു. അങ്ങനെ നേരെ കോളേജിലേക്ക് നടന്നു. ഈ കാണുന്ന പ്രാവ് കണ്ടോ? ഈ പ്രാവുകൾക്കൊന്നും, മുംബൈയിലത്തെ ഈ പ്രാവുകൾക്കൊന്നും ഒരു പേടിയുമില്ല. തൊട്ടടുത്ത് കാലിൻ്റെ അവിടേക്ക് എല്ലാം ഇങ്ങനെ പെരയും കളിക്കും. പക്ഷെ ഒരു പേടി ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രാവുകളാണ്. അങ്ങനെ ബി മറൈൻ്റെ കോളേജിന്റെ ബാക്കിലേക്ക് കൂടി പോകുന്ന എൻട്രിയാണ്. ഇപ്പൊ കണ്ടോ, റോഡൊക്കെ നല്ല വിജനമായിട്ട് കിടക്കുന്നത് കാരണം രാവിലെ ആയതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ കോളേജിലേക്ക് എൻട്രി ആയി. അപ്പോൾ കോളേജിലേക്ക് എൻട്രി ആയപ്പോൾ തന്നെ ഈ ഒരു ചങ്ങായി ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ പരിപാടി? STCW ചെയ്യാൻ വന്നതാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് STCW ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറ്റിയിട്ടാന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് ഇരിപ്പിക്കുകയാണ് മൂപ്പറ. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേരം പുറത്ത് തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ റൂമിലേക്ക് അങ്ങ് പോയി. അപ്പൊ ക്ലാസ് റൂമിൽ ഞാൻ എത്തുമ്പോഴേക്കും ഞാൻ കരുതി ഞാൻ ലേറ്റ് ആയി പോയി. കാരണം എന്നാൽ ഏകദേശം 9 മണി ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്തെത്തി ഡോറ് തുറന്ന് നോക്കുമ്പോണ്ട് ഒരാളും അവിടെ ഇല്ല. അതായത് ഞാനാണ് ഫസ്റ്റ് ആയിട്ട് വന്ന വ്യക്തി. അപ്പൊ അതിൻ്റെ ഒരു അഹംഭാവം ഉണ്ടേ. ഇവിടെ ഒരു മനുഷ്യനെ വെട്ടിക്കീറി മുറിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ട ഇങ്ങനെ അവസ്ഥ. ഹൈ ഹൈ ഹൈ, ഇത് തുറന്നു തരുമോ? ആ പടച്ചോനെ, ഇതൊക്കെ തുറന്നൊക്കെ വന്നിട്ടാ. ഓ, ഇതൊക്കെ പീസ് ആയിട്ട് വരുന്ന സംഗതികളാണല്ലേ. ഇതേ കൊട്ടന്മാല, ഇതീ അകത്ത് എന്തൊക്കെ സാധനം. ഓഹോ, ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യേണ്ടി. ഓക്കെ, ഇത് ഫസ്റ്റ് എയ്ഡിനുള്ള കിറ്റ്സാണ് കേട്ടോ. മെഡിക്കൽ ഫസ്റ്റ് എയ്ഡൊക്കെ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. ഓക്കെ, മെഡിക്കൽ ഫസ്റ്റ് എയ്ഡിൻ്റെ ബുക്സാണ്. അപ്പോൾ ഈ ബുക്സിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടേണ്ടത്, ഒരാളെ രക്ഷപ്പെടുത്തണോ ഇല്ല കൊല്ലണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ബി മറൈനിൽ ഇട്ട പോസ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ബി മറൈനിൽ നല്ല നല്ല വൈബായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് എന്താ പറയുക, സിമെന്റിനെ കൊണ്ടാക്കിയ നല്ല നല്ല വാൾ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അതായത് നമ്മളെ മർച്ചന്റ് നേവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ചെയ്ത വർക്കുകളൊക്കെയാണ്. നല്ലപോലെ എക്സ്പെൻസീവ് ആണ് ഈ വർക്കൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു നല്ല വൈബാണ് കോളേജിൽ. ലൈറ്റായിട്ട് മ്യൂസിക്കും പോകുന്നുണ്ട്. അങ്ങനെ എക്സാമിന്റെ സമയമായി. അപ്പോൾ STCWന്റെ ലാസ്റ്റത്തെ ദിവസത്തെ എക്സാം ആണ്. എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എവിടെയാണ് ടിക്ക് ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാകുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തൊക്കെയോ ഉരുണ്ടിയായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. എന്നിട്ട് നേരെ ഇതും കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇതുപോലത്തെ കുറേ വേർഡ്സുകളൊക്കെ ഇങ്ങനെ കോളേജിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഒരു നല്ലൊരു വൈബാണ് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ വേർഡ്സ് എല്ലാം പഠിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു പവർഫുൾ ആയിട്ട് ഒരു നല്ല ഒരു ഫീലിംഗ് ഉണ്ടാവും ആ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഹാളാണിത്. നമുക്ക് ഓഫീസേഴ്സിനുള്ള ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ്, ക്യാൻറ്റീൻ പോലെ. അപ്പോൾ നമുക്ക് ഫുഡ് ഇന്ന് കിട്ടി. അപ്പോൾ നോക്കുമ്പോൾ ചിക്കൻ ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വെണ്ടയ്ക്ക ഉണ്ട്, സൂപ്പ് ഉണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ ഐസ്ക്രീമും കുൽഫിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊണ്ടവേദന ആണെങ്കിലും കിട്ടിയ കുൽഫി ഞാൻ കഴിക്കാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ഇനിയിപ്പോൾ വെറുതെ ഒന്ന് നടക്കാന്ന് കരുതി. അപ്പോൾ ഇതുപോലെ ഷിപ്പിന്റെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം മരത്തിൽ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ്. അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ അവിടെ സ്റ്റിക്കർ അവിടെ വെച്ചിട്ടുണ്ട്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വാളിലുണ്ട്. പിന്നെ നല്ല ഒരു എന്താ പറയേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട്
ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ടോ, BP എന്നൊക്കെ എഴുതിയിട്ട് ഒരു കണ്ടെയ്നർ ഒക്കെ ആക്കിയിരിക്കുന്നത്. എന്നാൽ ആക്കിയാണ് സമ്മതിക്കണം, എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇതെല്ലാം ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. ഇത് നേരെ കോളേജിന്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ എപ്പോഴും പോലെ തന്നെ നേരെ റൂമിലേക്ക് നടക്കാനായി. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ കുടയും പിടിച്ച് നേരെ റൂമിലേക്ക് അങ്ങനെ നടന്നു. ഇന്ന് നൈറ്റാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ നാളെ ചെന്നൈയിൽ പോകേണ്ടതാണ്, നാളെ ചെന്നൈയിൽ എത്തേണ്ടതാണ്. അപ്പോൾ വേഗം തന്നെ കുളിച്ച് മാറ്റിയിട്ട് റൂമിലെത്തി ലഗേജ് ഒക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് ഡോർമെട്രി. അപ്പോൾ ഇവിടുന്ന് വേഗം തന്നെ ഇറങ്ങാൻ നല്ല ഊബറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഓർഡർ ചെയ്ത പോലെ തന്നെ ഊബർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഊബറിന്റെ വണ്ടി എത്തി. അങ്ങനെ കുറെ സമയം കാത്തതിന് ശേഷം ഊബറിൽ കയറി നേരെ പുറത്തേക്ക് വിട്ടു. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുംബൈ സിറ്റി അല്ലേ, എന്തായാലും എനിക്ക് 10:30ക്കാണ് അവിടെ ഫ്ലൈറ്റ്. പക്ഷെ എന്നാലും പോലും റിസ്ക് എന്തായാലും എടുത്തുകൂടാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ സിറ്റി പോലെ നഗരങ്ങളിൽ നമ്മൾ രാത്രി ഇറങ്ങുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഫ്ലൈറ്റ് ഒരു 10:30ക്കാണെങ്കിലും നമ്മൾ എങ്ങനെയായാലും ഒരു 9 മണിക്കെങ്കിലും എത്താൻ പറ്റണം. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരിക്കും. സോ ഇമിഗ്രേഷൻ ഒക്കെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വേഗം തന്നെ അങ്ങനെ എത്തി. ഏകദേശം ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഛത്രപതി ശിവാജി ടെർമിനലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്, മുംബൈ എയർപോർട്ടിൽ. അപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും പോലും ഓക്കെയാണ്. പക്ഷെ നല്ലൊരു വ്യൂ ആണ് എയർപോർട്ട്. നിങ്ങൾ കാണാത്തവര് അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്സിംഗ് ആണ്. കാരണം അങ്ങനെ മുംബൈ എയർപോർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരിലും ഇപ്പോൾ പുതിയ എയർപോർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതും ഭയങ്കര സൂപ്പർ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുംബൈയിലെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കൾച്ചേഴ്സിന്റെയും, ഇന്ത്യയിലുള്ള എല്ലാ കൾച്ചറിന്റെയും കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ എയർ ഇന്ത്യന്റെ ടിക്കറ്റ് എടുത്ത് വേഗം തന്നെ അതിലേക്ക് എന്താ പറയേണ്ടത്, പുറത്ത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നേരെ CRPF പറഞ്ഞ് അകത്തേക്ക് കയറി. ഇനിയിപ്പോ എന്താ പറയേണ്ടത്, നമ്മളെ എയർ ഇന്ത്യന്റെ സെക്ഷൻ എവിടെയാണെന്ന് നോക്കണം. അപ്പൊ അങ്ങോട്ടേക്ക് ഞാൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നമ്മളെ ലഗേജിൽ എന്തൊക്കെ ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലൈമബിൾ ആയിട്ടും ഹസാർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എയർ ഇന്ത്യന്റെ ടിക്കറ്റിന്റെ നമ്മൾ ചെക്കിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഗേജ് ഒക്കെ ഓൾറെഡി ചെക്ക് ചെയ്തു. അങ്ങനെ ടിക്കറ്റ് എനിക്ക് കയ്യിൽ കിട്ടി. ഈ ടിക്കറ്റും കൊണ്ടാണ് ഇനി ഇത് സ്കാനിങ് ബാർകോഡ് ഉണ്ട്, ഇനി അത് വെച്ചിട്ടാണ് ഇനി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഹാൻഡ് ബാഗ് ഉണ്ട്, ലാപ്ടോപ്പ് ബാഗ്. സോ ലാപ്ടോപ്പ് ബാഗിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് എല്ലാ സാധനവും പേഴ്സും മൊബൈൽ ഫോണും എല്ലാം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അത് സ്കാൻ ചെയ്യിക്കും. എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് ഒന്നും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് അവർ അപ്പുറത്തുനിന്ന് സാധനം എല്ലാം കയ്യിൽ കിട്ടും. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇതാ ലാസ്റ്റ് എൻട്രി. ഇനിയിപ്പോൾ ഫ്ലൈറ്റിലേക്ക് അവിടത്തേക്കുള്ള എൻട്രി ആണ്. സ്കാൻ ചെയ്തപ്പോൾ ഡോറ് തുറക്കും, എന്നിട്ട് നേരെ അകത്തേക്ക് പോവുക. അപ്പോൾ കുറേ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ്റെ കൾച്ചേഴ്സിന്റെ കാര്യങ്ങളൊക്കെ എല്ലാ ഇതും ഇവിടെ കാണാൻ പറ്റും. പെട്ടെന്ന് മൂത്രയ്ക്കാനും മുട്ടി നേരെ ബാത്റൂമിൽ പോയിട്ട് കുറച്ച് ഫ്രഷപ്പ് ആയി നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനിയാണ് കാഴ്ചകൾ. അപ്പൊ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ കുപ്പികളൊക്കെ എവിടെയുണ്ട്. പക്ഷെ എന്തായാലും എല്ലാവരും പറയുന്ന പോലെ തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ അത് നമുക്ക് നോക്കണ്ട, നേരെ അങ്ങോട്ടേക്ക് വെച്ച് നടന്നു. അപ്പോൾ കുറെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 റേറ്റ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണിക്ക് തന്നെ ഏകദേശം 1000 രൂപ കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ അച്ഛൻ മോളൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലോ എന്ന്. പക്ഷെ ഞാനിപ്പോൾ മുംബൈയിൽ നേരെ HMTയിലേക്കാണോ ചെന്നൈയിലേക്കാണല്ലോ പോകുന്നത്. അപ്പൊ എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാൻ കരുതി. എന്തായാലും എന്തെങ്കിലും നോക്കി വെക്കാന്ന് കരുതിയിട്ട് അങ്ങനെ കുറെ ടോയ്സുകളൊക്കെ നോക്കാൻ തുടങ്ങി. കാരണം മുമ്പൊന്നും ഇങ്ങനെയുള്ള സെക്ഷനിലൊക്കെ ഒന്നും ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോകാറില്ലായിരുന്നു. ഇപ്പൊ മോള് വന്നതോടെ എനിക്ക് ഇതൊക്കെ നല്ല ഭയങ്കര ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന പോലെ ഏതെങ്കിലും ടോയ്സ് വാങ്ങിക്കാലോ എന്നുള്ള ആ ഒരു ഇതിൽ വേണ്ടിയിട്ട്, എക്സൈറ്റ്മെന്റിൽ വേണ്ടിയിട്ട് കയറുന്നതായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നോക്കുമ്പോൾ ഒരു ബൈക്ക് ഉണ്ട്, ആകാശത്ത് തൂങ്ങി കിടക്കുന്നു. അപ്പൊ നോക്കുമ്പോൾ ഒരു ഒറിജിനൽ ബൈക്ക് ഇവര് കെട്ടി തൂക്കിയിരിക്കുകയാണ്, ഒരു മരത്തിന്റെ ഡിസൈൻ ആക്കിയിട്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു വലിയൊരു സംഭവമായിട്ട് തോന്നി എനിക്ക്. അങ്ങനെ അവിടെ നിന്ന് ഒരാടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഫ്രീ ആയിട്ട് ലോഞ്ച് കിട്ടുന്നത്, അതായത് നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ലോഞ്ച് കിട്ടും, ഡൊമസ്റ്റിക്കിലായാലും ഇന്റർനാഷണൽ ആയിക്കോട്ടെ. അങ്ങനെ ഒരു ട്രാവൽ ലോഞ്ച് ക്ലബ്ബ് നമുക്ക് കണ്ടു കിട്ടി. ഇപ്പോൾ 3 hours വരെ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും, പ്ലസ് നമുക്ക് കടന്നുറങ്ങാൻ പറ്റും, ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ കാർഡ് വെച്ചിട്ട് HDFCന്റെ കാർഡായിരുന്നു, അത് വെച്ചിട്ട് എനിക്ക് ലോഞ്ച് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടി. വെറും 1 രൂപ കൊടുത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫുഡും പിന്നെ ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഫുഡാണ് ഇതൊക്കെ. അപ്പൊ ഫുള്ള് ബൊഫേ സിസ്റ്റമാണ്. അതായത് കണ്ടമാനം രീതിയിലുള്ള ഫുഡ് ഇവിടെയുണ്ട്. കറികളായിക്കോട്ടെ, സ്വീറ്റ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള സൈഡ് ഡിഷ് ആയിക്കോട്ടെ,
പിന്നെ റൈസ് തന്നെ പല രീതിയിലുള്ള റൈസ്, ചപ്പാത്തി, പൊറോട്ട എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി. റൈസിന്റെ മാത്രം പല വിധത്തിലുള്ള ഫുഡ് എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും വയറ് നിറഞ്ഞു. ഇനി സ്വീറ്റ്സും കൂടിയുണ്ട്. അപ്പൊ 3 തരത്തിലുള്ള സ്വീറ്റ്സും വാങ്ങിച്ച് അതും കഴിച്ചപ്പാടനെ വയറ് നിറഞ്ഞു. ഇനിയിപ്പോ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെയൊക്കെയോ നടന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഫ്ലൈറ്റ് എന്തായാലും എത്താൻ വേണ്ടി സമയം പിടിക്കും. അപ്പൊ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുന്നെയാണ് നമുക്ക് അവരെ വിളിക്കാൻ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ അതുവരെ പുറത്തുള്ള കാഴ്ചകളിലൊക്കെ കാണാമെന്ന് കരുതി അങ്ങനെ നമ്മളെ ഇന്ത്യന്റെ ഓരോ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് നോക്കാൻ തുടങ്ങി. അപ്പോൾ ദേവീന്റെയും ദേവന്മാരതും എന്താ പറയേണ്ടത്, തമിഴ്നാട് കൾച്ചറിന്റെയും പിന്നെ കേരള കൾച്ചറിന്റെയും എല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന 42B ആണ് എയർ ഇന്ത്യന്റെ. അപ്പുറത്തെ ഭാഗത്ത് ഹൈദരാബാദും ഇപ്പുറത്തെ ഭാഗത്ത് ചെന്നൈന്റെ ആണ്. അപ്പൊ അവിടുത്തെ എല്ലാം കഴിഞ്ഞു, ടിക്കറ്റ് ഒക്കെ കാണിച്ച് അങ്ങനെ ഫ്ലൈറ്റ് കയറി. അപ്പോൾ ഫ്ലൈറ്റിൽ അവർ എയർ ഹോസ്റ്റസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ ഒരു 1.5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം ഇതാ ഇവിടെ ചെന്നൈ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്ന ഫ്ലൈറ്റ്. അപ്പോൾ ഇതാണ് അടിപൊളി ഫ്ലൈറ്റുള്ള എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറി നേരെ എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലഗേജ് റിസീവ് ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ ഇവിടെ ട്രോളിയിലേക്ക് കൂടി ലഗേജ് വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ലഗേജ് നമ്മൾ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ റൂമിലേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം എന്താണ്, ഇപ്പോൾ ഏകദേശം 1:30 മണിയായി, 1:45 രാത്രി. അപ്പോൾ ഇതാ ട്രോളി ഇവിടെ ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ലഗേജ് അങ്ങനെ വരുന്നുണ്ട്. കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ലഗേജ് വന്നത് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും കാത്തിട്ടുണ്ടാവും. എന്നാൽ പോലും ഞാൻ ലഗേജിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ലഗേജ് എടുക്കില്ല. ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ ലഗേജ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തു നിന്നു. അങ്ങനെ ലഗേജ് കിട്ടി. നല്ല സെക്യൂർഡ് ആയിട്ടാണ് ലഗേജൊക്കെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ലഗേജും അങ്ങനെ എടുത്ത്, അപ്പോൾ കുറേ പേര് ഇനിയും ഇപ്പോൾ ലഗേജ് വരാൻ കാത്ത് നിൽക്കുകയാണ്. കുറേ പേര് ഇനി അവർക്കൊന്നും ലഗേജ് ഇനിയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും റൂമിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ സമയത്തെല്ലാം പോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ എന്താക്കി, ചെന്നൈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ, അതായത് എക്സിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഹാളിൽ ഞാൻ അവിടെ നല്ലപോലെ കിടന്നുറങ്ങി. കാരണം ഇവിടെ 4:30-ക്ക് ശേഷം മാത്രമേ മെട്രോ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചെന്നൈ എയർപോർട്ട്. ഓക്കെ, അപ്പോൾ മെട്രോന് വേണ്ടി കാത്തു നിന്നു. അങ്ങനെ ഒരു 4:30 മണി കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കപ്പിച്ചുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ഉറക്കത്തിൽ തന്നെ നേരെ മെട്രോയിലേക്ക് അങ്ങോട്ട് വെച്ച് നടന്നു. കുറേ നടക്കാനുണ്ട് കേട്ടോ, കാരണം എയർപോർട്ട് വലിയതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലപോലെ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഗിണ്ടിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ എയർപോർട്ടിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ഗിണ്ടിയിലാണ് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പോകാനുണ്ട്, കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ 30 രൂപയാണ് ഇപ്പോൾ ഫെയർ വരുന്നത്. അപ്പോൾ മെട്രോയിൽ നേരെ കയറിയപ്പോൾ തന്നെ രാവിലെ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവരും എയർപോർട്ടിൽ നിന്ന് പോകുന്നവരായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അവിടെ എത്തി. അവിടെ നിന്ന് ഊബർ വിളിച്ച് നേരെ എന്താ പറയുക, ഫ്രണ്ടിൻ്റെ അനുജൻ്റെ റൂമിലേക്ക് എത്തി. അപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ നടന്ന് കുറച്ച് കഷ്ടപ്പെട്ടു കണ്ടുപിടിക്കാൻ. അപ്പോൾ മാപ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാണ് റൂം. അപ്പോൾ അനിയനും അനിയൻ്റെ സുഹൃത്തും കൂടിയുണ്ട്. അപ്പോൾ രണ്ടുപേരും പഠിക്കുകയാണ്. അങ്ങനെ കുറേ സമയം പോയിട്ട് അവിടെ നല്ലപോലെ ഉറങ്ങി രാവിലെ. എന്നിട്ട് അതിന് ശേഷം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ പുറത്തിറങ്ങി. കാരണം നല്ല വിശപ്പായി അപ്പോഴേക്കും. എന്നിട്ട് നേരെ വെച്ച് പിടിച്ചു. അപ്പോൾ കുറേ കടകൾ നോക്കി, കാരണം ഇത് നമ്മൾ ഫെമിലിയർ ആകാത്ത സ്ഥലമാണ്. അപ്പോൾ ഫെമിലിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറേ തപ്പി ഏതെങ്കിലും നല്ല ഹോട്ടലുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ഹോട്ടലൊന്നും കിട്ടാത്ത അവസ്ഥയായതിന് ശേഷം ഞാൻ കരുതി ശരി എന്നാൽ ഇനി അതൊന്നും വേണ്ട, ഇനി എന്നാലും ഒരു ബാർബർ ഷോപ്പിൽ പോയിട്ട് ഒന്ന് മുടിയൊക്കെ മുറിച്ച് നല്ല സെറ്റാകാം, നാളെ കോളേജിലേക്ക് പോകണ്ടല്ലേ, അപ്പോൾ ചുന്ദരി കുട്ടപ്പനാകാമെന്ന് കരുതി. അങ്ങനെ അവിടെ നോക്കുമ്പോഴത്തേക്ക് ഹിന്ദിക്കാർ എവിടെ പോയാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഹിന്ദിക്കാരോടൊക്കെ ഞാൻ ഹിന്ദിയൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ തമിഴന്മാർ ഹിന്ദിയൊന്നും സംസാരിക്കില്ല, അവർക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട്. അപ്പോൾ ഹിന്ദിയൊക്കെ സംസാരിച്ച് അവർ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോഴേക്കും നല്ല രാത്രി. അങ്ങനെ വേഗം തന്നെ പോയിട്ട് ഹോട്ടൽ തപ്പിപ്പിടിച്ച്, അപ്പോൾ ഹൈവേരായതുകൊണ്ട് ഹോട്ടലുണ്ട്. അങ്ങനെ വേഗം ഒരു ഹോട്ടലിൽ പോയിട്ട് നല്ലൊരു ദം ബിരിയാണി ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ ഒരു നല്ല ബിരിയാണി കിട്ടി. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ഇതാണ് ബിരിയാണി. അങ്ങനെ ആ ബിരിയാണി കഴിച്ച് നല്ല വയറ് ഇതായി ഫുള്ളാക്കി വീട്ടിലേക്ക് നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേഗം വീണ്ടും കാണാം. ബൈ ബൈ.